ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്നും പൗരന്മാർ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നും ഉറപ്പുവരുത്തുന്നത് ആരാണെന്നറിയാമോ? അത് നമ്മൾ പഠിക്കാൻ പോകുന്ന നീതിന്യായ വിഭാഗമാണ്. ഭരണഘടനയുടെ കാവലാൾ എന്നാണ് നീതിന്യായ വിഭാഗം അറിയപ്പെടുന്നത്. ഇന്ന് നമ്മൾ സുപ്രീം കോടതിയെക്കുറിച്ചും അതിൻ്റെ അധികാരങ്ങളെക്കുറിച്ചും വിശദമായി പഠിക്കാൻ പോകുകയാണ്. ഇന്ത്യയിൽ ഏകീകൃത നീതിന്യായ വ്യവസ്ഥയാണ് നിലവിലുള്ളത്. മുകളിലേക്ക് പോകുന്തോറും കോടതികളുടെ എണ്ണം കുറയുകയും അധികാരം കൂടുകയും ചെയ്യുന്നു. കോടതികളുടെ തരം, സ്ഥാനം, ചുമതല അല്ലെങ്കിൽ അധികാരം എന്തൊക്കെയാണെന്ന് നോക്കാം. സുപ്രീം കോടതി പരമോന്നത സ്ഥാനം. രാജ്യത്തെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ് സുപ്രീം കോടതി. ഇനി രണ്ടാമത് വരുന്നതാണ് ഹൈക്കോടതി എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്ഥാനം സംസ്ഥാന തലമാണ്. സംസ്ഥാനങ്ങളിലെ പരമോന്നത കോടതി. ഇനി മൂന്നാമത്തെ ജില്ലാ കോടതികൾ. ജില്ലാ തലത്തിലാണ് ഇവ പ്രവർത്തിക്കുന്നത്. ജില്ലയിലെ സിവിൽ, ക്രിമിനൽ കേസുകൾ പരിഗണിക്കുന്നു. അവസാനത്തെയാണ് കീഴ്ക്കോടതികൾ എന്ന് പറയുന്നത്. ഇവ ഗ്രാമ, താലൂക്ക് തലങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. കൂടാതെ ഇവിടെ ചുമതല എന്ന് പറയുന്നത് മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതികളാണ്. ഇനി സുപ്രീം കോടതിയുടെ പ്രധാന വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 28-നാണ്. ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹി. ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 65 വയസ്സാണ്. സത്യപ്രതിജ്ഞ അല്ലെങ്കിൽ രാജി രാഷ്ട്രപതിക്ക് മുമ്പാകെയാണ് സമർപ്പിക്കേണ്ടത്. സംസ്ഥാനത്ത് നീക്കം ചെയ്യുന്നത് പാർലമെന്റ് വഴി ഇംപീച്ച്മെന്റ് നടപടികളിലൂടെ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിലൂടെയാണ്. ഇനി നമുക്ക് സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെയാണ് ഉത്ഭവാധികാരം എന്ന് പറയുന്നത്. സുപ്രീം കോടതിക്ക് മാത്രം നേരിട്ട് പരിഹരിക്കാൻ കഴിയുന്ന വിഷയങ്ങളാണിവ. ഉദാഹരണം, കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ, സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ തുടങ്ങിയവ. അടുത്തതാണ് അപ്പീൽ അധികാരം. രാജ്യത്തെ കീഴ്ക്കോടതി വിധികൾക്കെതിരെയുള്ള അപ്പീലുകൾ സ്വീകരിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കാണുള്ളത്. അടുത്തതാണ് ഉപദേശക അധികാരം എന്ന് പറയുന്നത്. രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന നിയമവിഷയങ്ങളിൽ ഉപദേശം നൽകാനുള്ള ഭരണഘടനാപരമായ ബാധ്യത സുപ്രീം കോടതിക്കുണ്ട്. അടുത്തതാണ് റിട്ട് അധികാരം. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവ സംരക്ഷിക്കുന്നതിനായി ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നു. കൂടാതെ നീതിന്യായ പുനരവലോകനം. പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളോ ഉത്തരവുകളോ ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ അവ റദ്ദാക്കാനുള്ള പ്രത്യേക അധികാരം ആർക്കുണ്ട്? സുപ്രീം കോടതിക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ഒരു ടോപ്പിക്കാണ് പരസ്പര നിയന്ത്രണവും സന്തുലനവും എന്ന് പറയുന്നത്. ഭരണകൂടത്തിൻ്റെ 3 ശാഖകളാണ് നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്ന് പറയുന്നത്. ഇവ മൂന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇവ പരസ്പരം നിയന്ത്രിച്ച് ബാലൻസ് നിലനിർത്തി പോകുന്നു. നിയമനിർമ്മാണ വിഭാഗം ബജറ്റ്, ചോദ്യോത്തരവേള, ഇംപീച്ച്മെന്റ് എന്നിവയിലൂടെ കാര്യനിർവഹണ വിഭാഗത്തെയും നീതിന്യായ വിഭാഗത്തെയും നിയന്ത്രിക്കുന്നു. അതുപോലെ കാര്യനിർവഹണ വിഭാഗം ജഡ്ജിമാരുടെ നിയമനം, ഓർഡിനൻസ് പുറപ്പെടുവിക്കൽ എന്നിവയിലൂടെ പാർലമെന്റിനെയും നീതിന്യായ വിഭാഗത്തെയും നിയന്ത്രിക്കുന്നു. ഇനി നീതിന്യായ വിഭാഗം നീതിന്യായ പുനരവലോകനം വഴി ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങളെയും ഉത്തരവുകളെയും തടയുന്നു. കൂട്ടുകാരെ, ഈ പാഠഭാഗം വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു. ഈ ക്ലാസ്സിലൂടെ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാരവിന്യാസം എന്ന ചാപ്റ്ററിലെ എല്ലാ ഭാഗവും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു.